നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബ്ബ ഭയം ഭക്തി ബഹുമാനം റിവ്യൂ അല്ല കേട്ടോ, ഇത് കോക്ക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കിഴി ഇവരുടെ റിവ്യൂ റിയാക്ഷനാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആയിട്ടുള്ള മമ്മൂക്കാട് ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് കിഴി എന്ന് പറയുന്ന ഈ രണ്ട് വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട്, ഒരു റിവ്യൂ ചെയ്തു. ബാക്കിയുള്ള എല്ലാ റിവ്യൂഴ്സും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹം ഈ സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു. കാരണം അവർ ഇന്നേ വരെ മലയാളത്തിൽ കാണാത്ത ഒരു മമ്മൂക്കായ സിനിമയിൽ കാണാൻ പറ്റി. ആ സിനിമ ഗംഭീരമായിട്ടുള്ളൊരു വിജയം നേടി. ഇപ്പോൾ ഏതാണ്ട് 85-90 കോടിയിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈയുള്ള ദിവസങ്ങളിൽ, അതായത് ഇനി വരാൻ പോകുന്ന അവധി ദിവസങ്ങളിൽ, ക്രിസ്മസ് ദിവസങ്ങളിൽ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പം ബബ്ബ ഭയം ഭക്തി ബഹുമാനം ഈ സിനിമ കണ്ടിട്ട് ഓൾറെഡി നമ്മുടെ റിവ്യൂ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റിവ്യൂ കണ്ടിട്ട് അതിനകത്ത് വന്നിട്ട് കമൻ്റ് ഇട്ട കമൻറ്റ് വേട്ടാവളിയന്മാരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ എൻ്റർടൈൻമെൻറ്റ് കിഴി ഈ ഒരു റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളും കൂടെയാണ് എൻ്റർടൈൻമെൻറ്റ് കിഴിനെ. അതുകൊണ്ട് തന്നെ ഇവൻ്റെ റിവ്യൂ എടുത്തിട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടല്ല, നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, ഈ റിവ്യൂ കണ്ടിട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അതറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കോക്ക് പറയുന്നത് എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് കിഴിയും പറയുന്നത് എന്താണെന്ന് കേൾക്കാം. എല്ലാവരും കണ്ട സിനിമ എടുത്ത് അതുപോട്ടെ, റെഫറൻസിനെ കുറിച്ച് പറഞ്ഞാൽ കുറെ പറയാനുണ്ട്. അങ്ങനെ ഇനിയാണ് ലാലേട്ടന്റെ വരവാണ് ഫ്രം ഗില്ലി യൂണിവേഴ്സിറ്റി. അതായത് ഗില്ലി സിനിമയുടെ റെഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ജിപ്സി ഉണ്ട്, അർജുന്റെ വലിയ പാട്ടുണ്ട്. ലാലേട്ടന്റെ കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ദ വേഴ്സ്റ്റ് കാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക. കോമാളിത്തരം എന്ത് കമ്മിറ്റ്മെന്റ്സിന്റെ പേരിലേക്കാണ് എനിക്ക് തോന്നുന്നത്, മുതലും ഗോപാലനായിട്ടുള്ള എന്ത് കമ്മിറ്റ്മെന്റ്സിന്റെ പേരിലായിരിക്കും ഇതിൽ സൈൻ ചെയ്ത്. അല്ലാതെ വേറെ പണിയില്ല ലാലേട്ടൻ. അത് പുള്ളിയുടെ കരിയർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒന്ന് അപ്പായി വരുന്ന സമയത്ത് ഇതുപോലത്തെ അയ്യോ എന്റെ പൊന്നു. എന്താ ഗില്ലി ബാല, ഇതിന്റെ പേരാണ് ഗില്ലി ബാല. എന്നിട്ട് പറയാൻ ഗില്ലി ബാലയാണ്, ജില്ലി ബാലയല്ല. അതിടക്കിടയ്ക്ക് പറയാം, എന്തൊരു വെറുപ്പിക്കണേ, ഗില്ലി ബാലയാണ്, ജില്ലി ബാലയല്ല. എന്നിട്ട് പിന്നെ മറ്റേ കൂത്ര സോങ്ങും അഴിഞ്ഞാട്ടം. പിന്നെ ഇദ്ദേഹത്തെ കാണിക്കുന്നതിന്റെ കുറച്ചൊന്നും ഭയങ്കരമായിട്ട് മറ്റേ രക്ഷാദ്, ദ റിയൽ ഒച്ചി മോഹൻലാൽ, തലമുറകളുടെ നായകൻ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇതില് ദിലീപേട്ടന്റെ കഥാപാത്രം മുണ്ട് കൊടുക്കാൻ അറിയില്ല. അപ്പൊ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തണല്ലോ, അത് സീനുമാണല്ലോ. അപ്പൊ മുണ്ട് എങ്ങനെയാണ് മുണ്ട് മടക്കി കുത്തി കാണിച്ചു കൊടുക്കുക, അപ്പൊ സീനായല്ലോ. അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്ക് വേണ്ടി ഒരു ഇതിങ്ങനെ യാതൊരു ഇമോഷനിലെന്നേ. എന്നാ പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക, അടുത്തായി ലാലേട്ടൻ മുണ്ട് മടക്കുന്നു, അടുത്തായി ലാലേട്ടൻ ഡയലോഗ് പറയുന്നു, അടുത്തായി ലാലേട്ടൻ ഡാൻസ് കളിക്കുന്നു, അടുത്തായി ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു. ഓ എന്റെ പൊന്നോ. പിന്നെ അതിനായിട്ട് ഇച്ഛാക്ക എന്നൊക്കെ പറയുന്നില്ല, നമുക്ക് ഇച്ഛാക്ക റെഫറൻസ്. പിന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുക. ലാസ്റ്റ് ഒരു കാട്ടിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്, എന്റെ പൊന്നോ, കാട്ടിൽ കാട്ടവരാതം ലാലേട്ടന്റെ പറ. അയ്യോ ഒട്ടിയിട്ടൊക്കെ വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കുക. എന്താ കാണിക്കുന്ന കാട്ടിൽ വെച്ചിട്ട്. അപ്പുറ സൈഡിൽ പോട്ടെ, ദിലീപ് കാണിക്കുന്ന പോട്ടെ, പുള്ളിയുടെ സിനിമയാണെന്ന് വിചാരിക്കാം. ഇതിലേക്കാരി ലാലേട്ടൻ കോമാളിത്തരം കാണിച്ചതിനാണ്. അയ്യോ കോസ്റ്റ്യൂംസും വിഗ്ഗെല്ലാം കാണാൻ ചപ്പട വിഗ്ഗെല്ലാം വെച്ചിട്ട് കുറെ താടിയും കളഞ്ഞ് മീശയും വെച്ച് എന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ച കൂട്ടത്തിൽ വേറെ ക്യാരക്ടർ ഉണ്ട്, സലീം കുമാറുണ്ട്, മുകുന്ദനുണ്ണി, രണ്ടത്തിൽ മുകുന്ദനുണ്ണി, മീശ മാത്രമല്ലേ, അതൊന്നും നശിപ്പിച്ച്. പിന്നെ അത് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയിട്ടുള്ള കോമാളി റിഡിൻ കിങ്സ്ലി, പുള്ളിയുടെ കോമാളിത്തരം. അങ്ങനെ നോ ലോജിക്, ഒള്ളി മാഡ്നസ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ? പിന്നെ തീർച്ചയായും നമുക്ക് ഒരിക്കലും ലോജിക് ഇല്ല എന്നുള്ളത്. ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു കാമ്യവേഷം ചെയ്യുന്നുണ്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ മോനെ ഹാഫ് ടൈം വരെ ഞങ്ങൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുവരെ ലാലേട്ടന്റെ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലാലോചിച്ച് ഇതുവരെ സിനിമ ഇങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ലാലേട്ടനെ തരുന്നോടത്ത് നന്നായ മതി, കിടിലനാക്കി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ നിലയിൽ നമ്മൾ കാത്തിരിക്കുന്ന സാധനം. അതായിരുന്നു അത് അവിടെ നമ്മൾ ഓക്കെ ആയിരുന്നു, ബാക്കി എന്തോ ആട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇരുന്നത്. അതിനുശേഷം ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് കാണിച്ച കാട്ടിക്കൂട്ടലുകൾ. നമ്മള് കുറച്ചു കാലം മുന്നേ ലാലേട്ടനെ കുറെ അട്ടിപ്പിച്ച സിനിമകൾ പൊട്ടി പാളീസായ സമയത്ത് നമ്മള് എല്ലാരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ സാധനം ഒന്നും ചെയ്യല്ലേ ലാലേട്ടാന്ന് പറഞ്ഞിട്ട്. ഈ മോൺസ്റ്റർ ഒക്കെ വന്ന സമയത്തൊക്കെ നമ്മളെല്ലാരും പറഞ്ഞതാ. അതെ, അത് കൊണ്ടുവന്നിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനേക്കാൾ മോശമാണ്, തന്തേക്കാൾ മോശം എന്ന് പറയില്ല, അതേപോലെ പറയണം. വളരെ മോശം ലുക്കും. സത്യമായിട്ട് പറയുന്ന കരിയറിൽ ലാലേട്ടൻ മുണ്ടെടുത്തിട്ട് ഈ ഇത്ര അപരാധിച്ച ലുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം 150 രൂപ കൂടുതൽ കൊടുത്തിട്ട് നല്ലൊരു വിഗ് മേടിച്ചു കൊടുത്തൂടായിരുന്നു. സത്യമായിട്ടാ ചോദിക്കണത്. അങ്ങനെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഇതൊക്കെ പോട്ടെ, ലുക്കിന്റെ ഒക്കെ പോട്ടെ. ഇങ്ങേര് ഇതിന് മുൻപ് ചെയ്തു വെച്ച സാധനം റെഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ആ ലെവലിൽ ഒരുക്കണം. ഇതിങ്ങനെ കോമാളിത്തരം, അതായത് മിമിക്രി ചെയ്യിപ്പിക്കുക. ആള് ചെയ്ത കുറേ സാധനങ്ങൾ ആളെ കൊണ്ട് തന്നെ മിമിക്രി ചെയ്യിപ്പിക്കുക.
ഇത് ശരിക്കും എന്താ ചെയ്താൽ ഇത്രയും ലാലേട്ടൻ്റെ ഒക്കെ ഡേറ്റ് കിട്ടിയിട്ട് ഈ കിടന്നിട്ട് ഇമാതിരി അപരാധം കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലാലേട്ടനൊക്കെ ഡേറ്റ് കൊടുത്തെന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഈ വേട്ടാവളിയന്മാർക്ക് റിവ്യൂ പറയാൻ അറിയാം. ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ ഏത് നിലവാരത്തിലുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ അറിയാം. കാരണം ഒരു നല്ല സിനിമയെ വളരെ മോശമായ രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ട് ഈ ഒരു സിനിമ ഇതിപ്പം ഓൾമോസ്റ്റ് റിവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കട്ട നെഗറ്റീവാണ്. കാരണം നെഗറ്റീവ് പറയാൻ മാത്രമേ ഈ സിനിമ ഉള്ളൂ. സിനിമയ്ക്കകത്ത് കണ്ടന്റ് ഇല്ല. സിനിമയ്ക്കകത്ത് നല്ലൊരു കഥ, നൂറിൻ ഷെരീഫാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസർ. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടും ഈ ഒരു സമയത്ത് ഈ ഒരു സിനിമ ഇറക്കണം എന്നുള്ളത് ഇവരുടെ ഒരു വാശി തന്നെയായിരുന്നു. കാരണം ഇപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഈ ദിലീപിൻ്റെ ഈ സിനിമയ്ക്കകത്ത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില കമൻറ്റുകളും ചില ഡയലോഗുകളും ഒക്കെ ഈ സിനിമയ്ക്കകത്ത് അവർ ഇടുന്നുണ്ട്. ആ സിനിമയിലൊക്കെ അത്യാവശ്യം പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഫാൻസുകാർ നല്ല രീതിയിൽ കൈയടിക്കുന്നുണ്ട്. ഇതൊരു ഫാൻസ് ബോയ്സ് സിനിമ, അതിലുപരി ഇതൊന്നുമില്ല. പക്ഷേ ഫാൻസുകാർക്ക് പോലും കണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, നമ്മുടെ കോക്കിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാട്ടപരാധം തന്നെയായിരുന്നു ഇൻട്രോയിൽ കഴിഞ്ഞ് പിന്നെ ഇത് ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടത്. അപ്പം ഞാൻ ഇന്ന് ഇവന്മാരുടെ രണ്ടുപേരുടെയും റിവ്യൂ റിയാക്ഷൻ കൊണ്ട് വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറഞ്ഞവന്മാരുണ്ടല്ലോ, എൻ്റെ വ്യൂ പോയിന്റിൽ പറഞ്ഞു. കാരണം ആദ്യം റിവ്യൂ പറയുന്ന ഒരാളാണ് ഞാൻ. ഫസ്റ്റ് ഹാഫ് റിവ്യൂ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് റിവ്യൂ ഇട്ടതിന് ശേഷമാണ് ഇവരുടെ എല്ലാവരുടെയും റിവ്യൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള റിവ്യൂസ് തന്നെ ആയിരുന്നല്ലോ ഇവരും ഒക്കെ പറഞ്ഞത്. ആരും കാശ് കൊടുത്തിട്ട് പറയിച്ചൊന്നും അല്ലല്ലോ. അപ്പം നല്ല സിനിമയെ മോശമാക്കി റിവ്യൂ പറയാനും കാശ് വാങ്ങിച്ചിട്ട് ചിലർക്ക് അറിയാം. ചില മോശം സിനിമകളെ നല്ല റിവ്യൂ പറയാനും ഇവർക്കൊക്കെ അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ വിലയിരുത്തലാണ് സിനിമയിലൂടെ നടത്തുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ റിവ്യൂസ് കണ്ട നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.